Hello, welcome back to Learn and Learn. Today we are going to discuss a short story, The Dog of Titwal, and it is written by Saadat Hasan Mandu. സ്റ്റോറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് സാദത്ത് ഹസൻ മൻഡോയെ പറ്റി ഒന്ന് നോക്കാം. He was born on 11 May 1912. He was a colonial Indian and Pakistani writer, playwright and author born in Ludhiana, India. His writings were mainly in Urdu language. He produced 22 collections of short stories, a novel, 5 series of radio plays, 3 collections of essays and 2 collections of personal sketches. His best short stories are held in high esteem by writers and critics. Manto was known to write about hard truths of society that no one dared to talk about. He is best known for his stories about partition of India, which he opposed immediately following independence in 1947. കൊളോണിയൽ ടൈമിൽ ഇന്ത്യയിലും പാർട്ടീഷന് ശേഷം പാകിസ്ഥാനിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാസം. അദ്ദേഹം ഒരുപാട് റൈറ്റിംഗ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഉറുദു ലാംഗ്വേജിലായിരുന്നു കൂടുതലും എഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കുകളിലെ മെയിൻ തീം എന്ന് പറയുന്നത് പാർട്ടീഷൻ തന്നെയായിരുന്നു. മറ്റ് റൈറ്റേഴ്സ് ആരും എഴുതാൻ ധൈര്യപ്പെടാത്ത പല തീമുകളും ഇദ്ദേഹം എഴുതിയിരുന്നു. അദ്ദേഹത്തിന് പാർട്ടീഷനോട് നല്ല എതിർപ്പായിരുന്നു. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ തീമും. So let's see an introduction to the story, The Dog of Titwal. The short story The Dog of Titwal by Saadat Hasan Mandu, first published in English in 1987. The story was included in his collection of stories titled Kingdoms and Other Stories, translated by Khalid Hassan. The partition split India into Muslim Pakistan and secular India, resulting in the violent upheaval. സാദത്ത് ഹസൻ മൻഡോയുടെ ഷോർട്ട് സ്റ്റോറി കളക്ഷനായ കിങ്ഡംസ് ആൻഡ് അതർ സ്റ്റോറീസിൽ നിന്ന് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. പാർട്ടീഷന് ശേഷം ഇന്ത്യ ശരിക്കും കീറി മുറിക്കപ്പെട്ടു. മുസ്ലിം പാകിസ്ഥാൻ എന്നും സെക്യുലർ ഇന്ത്യ എന്നും രണ്ടായിട്ട് മാറി. ഇത് ഭയങ്കരമായ വയലന്റ് അപ്ഹീവലിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിരുന്നു. When the national boundaries were redrawn, India cut through the center of Pakistan, which was therefore itself a nation divided. Muslims who found themselves living in India and Hindus who found themselves living in Pakistan were suddenly become aliens in their own home. ഇന്ത്യയെ മുറിച്ചു മാറ്റി പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം പുതുതായി രൂപപ്പെട്ടു. അങ്ങനെ പുതിയ ബൗണ്ടറി ലൈൻസ് വരയ്ക്കേണ്ടി വന്നു. ഒരു നേഷൻ രണ്ടായി ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഇന്ത്യയിൽ അകപ്പെട്ടു പോയ മുസ്ലിംസും പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയ ഹിന്ദുസും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. അറ്റ് ബെസ്റ്റ് ദേ വർ കോൾഡ്ലി ടോർച്ചർഡ്, അറ്റ് വോഴ്സ് ദേ വർ റോബ്ഡ്, റേപ്ഡ്, അറ്റാക്ഡ് ആൻഡ് മർഡേർഡ്. വളരെ മോശമായിട്ട് അവരെ ടോർച്ചർ ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ കൊള്ളയടിക്കുകയും റേപ്പ് ചെയ്യുകയും അറ്റാക്ക് ചെയ്യുകയും ഈവൻ കൊലപാതകങ്ങൾ വരെ നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഒരു സമയത്ത്. Violence escalated and more than 500,000 people died in 1947 alone. The government of newly drawn nations, themselves in turmoil, were unable to control the violence. 1947 മാത്രം over 500,000 ആൾക്കാർ മരണപ്പെട്ടു. പുതിയതായി രൂപം കൊണ്ട രണ്ട് ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളും പരമാവധി ശ്രമിച്ചിട്ടും ഈ വയലൻസിനെ പിടിച്ചുകെട്ടാനായില്ല. In 1948, India and Pakistan went to war over the territorial boundaries, principally which nation would govern Kashmir. കശ്മീരിനെ ചൊല്ലി 1948ഓടുകൂടി ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ആരംഭിക്കാൻ തുടങ്ങി. The war, however, spread all along the frontier. The Dog of Titwal, which gives a microcosmic view of the hateful struggle. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഷോർട്ട് സ്റ്റോറി ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറിയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാദത്ത് ഹസൻ മൻഡോ ബാറ്റിൽ ഫ്രണ്ടിനെ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. The war between India and Pakistan was raging continuously on the heights and slopes of the hill. Over the course of the day, the sounds of firing could be heard some 10 or 12 times from either side. But no human cry ever accompanied its explosive sound. The sound of firing rang through the hills. Hearing the sounds, the birds gave a start and took a flight. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പ്രദേശത്തെ കുന്നൻ ചെരുവുകളിലും മലനിരകളിലുമെല്ലാം വെടിയൊച്ചകൾ മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരുന്നു. ചില ദിവസങ്ങളിൽ 10ഉം 12ഉം തവണ വരെ വെടിയൊച്ചകൾ മുഴങ്ങിക്കേട്ടു. ഭാഗ്യത്തിന് മനുഷ്യരുടെ ആരുടെയും കരച്ചിൽ അതിനോടൊപ്പം അക്കമ്പനി ചെയ്ത് കേട്ടില്ല. ചില സമയങ്ങളിൽ പക്ഷികൾ പേടിച്ച് പറന്നു ഉയരുന്നത് കാണാറുണ്ട്. The weather was extremely agreeable and the air was filled with the smell of wildflowers. Both fronts were in very secure places. The bullets approached with great speed, collide against the rock face and be extinguished. The war raged day and night. However, every soldiers of both sides were ready to race, fight and die at any time. അവിടുത്തെ വെതർ കണ്ടീഷൻ അവർക്ക് അനുകൂലമായിരുന്നു. ചുറ്റുമുള്ള എയറിന് വൈൽഡ് ഫ്ലവേഴ്സിൻ്റെ ഗന്ധമായിരുന്നു. ഇരു കൂട്ടരും സേഫസ്റ്റ് പ്ലേസിലായിരുന്നു ഉണ്ടായിരുന്നത്. പാഞ്ഞെടുക്കുന്ന ബുള്ളറ്റ്സ് അവിടെയും ഇവിടെയും തട്ടിയും ചെതറിയും കല്ലുകളിലുമൊക്കെ ആയിട്ട് നശിച്ചു പോയിരുന്നു. രാത്രിയും പകലുമായി യുദ്ധം നീണ്ടു നിന്നു. ഇരു സൈഡിലുമുള്ള സോൾജേഴ്സിന് എപ്പോൾ വേണമെങ്കിലും യുദ്ധത്തിന് റെഡിയാവേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും മരിക്കുവാനും. So let's move to the story. The story begins in the Indian camp with Corporal Harnam Singh on night watch. At 2 o'clock, he wakes Gandha Singh to take over the watch and lies down to sing a romantic song.
about a pair of shoes with the stars on them. The soldiers join with a song about love and tragedy. നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ക്യാമ്പിലാണ്. ഇവിടെ നമ്മുടെ ഓഥർ ആദ്യമേ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്ന ആളാണ് ഹർനം സിംഗ്, കോർപ്പറൽ ഹർനം സിംഗ്. സമയം രാത്രി 2 മണിയാണ്. അദ്ദേഹം നൈറ്റ് വാച്ചിലായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഖന്ദ സിംഗിനെ വിളിച്ചുണ്ടെത്തി നൈറ്റ് വാച്ച് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നു. അദ്ദേഹം കിടക്കാണ്. എന്നിട്ട് ഒരു റൊമാൻറ്റിക് സോങ് മാനത്തെ നക്ഷത്രങ്ങളെ നോക്കി പാടാൻ ശ്രമിക്കുകയാണ്. ഇത് കേട്ട് ബാക്കി സോൾജേഴ്സും എണീറ്റ് അദ്ദേഹത്തോടൊപ്പം പാട്ട് പാടാനായിട്ട് ആരംഭിക്കുന്നു. The soldiers feel sadness creeping over them. Perhaps they are reminded that life should be about love rather than about war. ജീവിതം എന്ന് പറയുന്നത് സ്നേഹം മാത്രമായിരുന്നുവെങ്കിൽ, യുദ്ധമൊന്നുമില്ലാതിരുന്നെങ്കിൽ എന്ന പാട്ട് പാടുന്നതിനൊപ്പം തന്നെ അവർ വിചാരിക്കുകയാണ്. The barking of the dog interrupts this pensive scene. Banda Singh finds the dog in the bushes and announces that his name is Chapad Junjun. സ്റ്റോറി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അവരുടെ കോൺവെർസേഷനെ കയറി മുറിച്ചുകൊണ്ട് ഒരു നായ എവിടെയോ കുരയ്ക്കുന്ന ശബ്ദം കേട്ടു. ബന്ദ സിംഗ് ആണ് അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു നായയെ കണ്ടെത്തുന്നത്. അവന് ഉടനെ തന്നെ ഒരു പേര് നൽകുകയും ചെയ്തു, ചപ്പഡ് ചുൻചുൻ. The soldiers are in a good humor and pleased to see the dog until Harnam Singh decided that the dog cannot be eaten if it is a Pakistani dog. The other soldiers think he was joking, but he then declares that Pakistanis will be shot, even the Pakistani dogs. ക്യാമ്പിലെത്തിയ നായയെ സോൾജേഴ്സ് എല്ലാം ചേർന്ന് വളരെ സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്തു. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റിൻ്റെ പീസസ് എല്ലാം അതിന് എറിഞ്ഞു കൊടുത്തു. പെട്ടെന്നാണ് ഹർനം സിംഗ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയത്. ഇതൊരു പാകിസ്ഥാനി ഡോഗാണെങ്കിൽ ഇവന് കഴിക്കാനൊന്നും കൊടുക്കരുത്. ആദ്യം ഇത് കേട്ടെല്ലാവരും ജോക്കാണെന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹം പിന്നെ പറഞ്ഞു, പാകിസ്ഥാനി ആര് വന്നാലും അവരെയൊക്കെ വെടിവെച്ച് കൊല്ലണം, അതൊരു നായയാണെങ്കിലും ശരി. The dog recognized something in his tone and reacts with fear, which seems to please Harnam Singh. ഹർനം സിംഗിൻ്റെ കനത്ത ശബ്ദത്തിൽ എന്തോ പന്തികേടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നായ പെട്ടെന്ന് ഒന്ന് പേടിച്ചു വിറച്ചു. Another soldier responds by leading the men in a declaration of India Zindabad. Banda Singh put a rope around the dog's neck with a cardboard in which it is written Chapad Junjun along with the information that it's an Indian dog. ഹർനം സിംഗിൻ്റെ പരാമർശം കേട്ട് മറ്റൊരു ഇന്ത്യൻ സോൾജർ വേഗം ചാടി എണീറ്റ് ഇന്ത്യ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉറക്കെ വിളിച്ചു. പെട്ടെന്ന് തന്നെ ബന്ദ സിംഗ് ഒരു റോപ്പ് എടുത്ത് ഡോഗിൻ്റെ കഴുത്തിൽ ടൈ ചെയ്ത് അതിലൊരു കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസ് കെട്ടിത്തൂക്കി. അതിലിപ്രകാരം എഴുതിയിരുന്നു, ഇവൻ ചപ്പഡ് ജുൻജുൻ, ഇന്ത്യൻ ഡോഗാണ്. ഇവിടെ അടുത്ത പാട്ട് നടക്കുന്നത് പാകിസ്ഥാനി ക്യാമ്പിലാണ്. The next morning, the dog appears in the Pakistani camp. It turned out that the dog had spent a few days with the Pakistani soldiers before it went to the Indian camp. പിറ്റേ ദിവസം ആ നായയെ വീണ്ടും പാകിസ്ഥാനി ക്യാമ്പിൽ കണ്ടു. അതിൻ്റെ നടപ്പും ഭാവവും കണ്ടാൽ തന്നെ അറിയാം ഇന്ത്യൻ ക്യാമ്പിൽ വരുന്നതിന് മുമ്പ് അത് ഈ ക്യാമ്പിൽ കുറേ നാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ദ ഇന്ത്യൻ സോൾജേഴ്സ്, ദ പാകിസ്ഥാനീസ് ആർ ടയർഡ് ഓഫ് ദ വാർ ദാറ്റ് ഹാസ് ബീൻ ഡ്രാഗിംഗ് ഓൺ ഫോർ മന്ത്സ്. ഇന്ത്യൻ ക്യാമ്പിലെ സോൾജേഴ്സിനെ പോലെ തന്നെ വാർ പാകിസ്ഥാനി സോൾജേഴ്സിനെയും വളരെയധികം അടുപ്പിച്ചിരുന്നു. As Subedar Himmat controls his moustache and studies the map of the Titwal sector of India, Bashir began to sing a song about where a lover spent the night. When the dog appears, Subedar Himmat Khan turns the lines of the song into an accusation against Junjun. Where did you spend the night? He screamed. ഇവിടെ പാകിസ്ഥാൻ ക്യാമ്പിൻ്റെ കോർപ്പറലായിരുന്നു സുബേദാർ ഹിമ്മത്ത് ഖാൻ. അദ്ദേഹം ഇന്ത്യയിലെ തിത്വാൽ സെക്ടറിൻ്റെ മാപ്പ് പരിശോധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിനൊപ്പം ബഷീർ എന്നൊരു സോൾജിയറും ഉണ്ടായിരുന്നു. ബഷീർ ഒരു റൊമാൻറ്റിക് സോങ് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ചപ്പഡ് ജുൻജുൻ അങ്ങോട്ടേക്ക് ചെന്ന് കയറുന്നത്. നായയെ കണ്ടതും കഴിഞ്ഞ രാത്രി നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ച് ഹിമ്മത്ത് ഖാൻ അലറി വിളിക്കുകയാണ്. ബഷീർ അതൊരു ജോക്കായിട്ടെടുത്ത് അതിന് നേരെ വീണ്ടും പാട്ട് പാടിക്കൊണ്ടിരുന്നു. പക്ഷേ ഹിമ്മത്ത് ഖാൻ അതിന് നേരെ ഒരു ചെറിയ ഉരുളങ്കല്ല് വലിച്ചെറിയുന്നു. Bashir discovers the sign around the dog's neck. The soldiers ponder the sign to see if it could be a card. Subedar Himmat Khan reports the incident to his platoon commander, who ignores the report because he finds it as meaningless. ബഷീർ എന്ന സോൾജിയറാണ് ചപ്പഡ് ജുൻജുൻ്റെ കഴുത്തിൽ എന്തോ കെട്ടിയിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ആദ്യം അവർ കരുതി എന്തോ കോഡായിരിക്കുമെന്ന്. ഹിമ്മത്ത് ഖാൻ ഉടനെ തന്നെ അത് തനിക്ക് മുകളിലുള്ളവരെ റിപ്പോർട്ട് ചെയ്തു. അത് മീനിങ്ലെസ് ആണ്, വിട്ടേക്ക് എന്ന് അറിയിപ്പ് കിട്ടി. The Pakistani soldiers renamed Junjun and put a sign around his neck saying that he is Chapad Junjun, a Pakistani dog. Himmat Khan then sent Junjun back to Indian camp, urging him to take the message to the enemy. The dog trots off, and Subedar Himmat Khan fires in the air. Feeling bored, he decided to fire at the Indians. For half an hour, two sides exchanged fire, after which Subedar Himmat Khan orders a halt. ഇന്ത്യൻ സോൾജേഴ്സ് നായിക്ക് നൽകിയ ചപ്പഡ് ജുൻജുൻ എന്ന പേര് നീക്കം ചെയ്ത് അവർ പുതിയൊരു ടാഗ് കെട്ടിത്തൂക്കി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, ദിസ് ഇസ് എ പാകിസ്ഥാനി ഡോഗ്, ഹിസ് നെയിം ഇസ് ചപ്പഡ് ജൻസൺ. എന്നിട്ട് ഹിമ്മത്ത് ഖാൻ ഈ നായയെ ഇന്ത്യൻ ക്യാമ്പിലേക്ക് തള്ളിവിട്ടു. പോവാൻ വൈമുഖ്യം കാണിച്ച നായയെ ആകാശത്തേക്ക് വെടിവെച്ച് ഹിമ്മത്ത് ഖാൻ ഓടിക്കാൻ ശ്രമിച്ചു. ബോറടിക്കാൻ തുടങ്ങിയ ഹിമ്മത്ത് ഖാൻ എന്ത് ചെയ്തു, ഇന്ത്യൻസിന് നേരെ ഫയർ ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ത്യൻ ക്യാമ്പിന് നേരെ ഫയർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ തിരിച്ച് ഇന്ത്യൻ ക്യാമ്പിൽ നിന്ന് തിരികെയും ഫയർ ചെയ്യാൻ തുടങ്ങി. ഒരു അരമണിക്കൂറോളം ഈ ഒരു വെടിവെക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്നുകൊണ്ടേയിരുന്നു. അടുത്ത സെഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഡോഗിൻ്റെ ഡെത്താണ്. കോർപ്പറൽ ഹർനം സിംഗ് discharged his gun. The bullets went through the dog's ears. It jumped up and shook his head vigorously. പാകിസ്ഥാനി മെസ്സേജുമായിട്ട് വരുന്ന ചപ്പഡ് ജുൻജുനെ കണ്ടതും ഹർനം സിംഗ് എന്ത് ചെയ്തു, അതിന് നേരെ വെടിവെച്ചു. അതിൻ്റെ
ചെവി തുളച്ച് ഒരു ബുള്ളറ്റ് കടന്നുപോയി. പെട്ടെന്ന് നിന്നിടത്ത് തന്നെ അത് ചാടി അതിൻ്റെ തല കണ്ടമാനം വിഗ്രസ് ആയിട്ട് അത് കുടഞ്ഞു. The dog continued to run towards him, and Subedar Himmat Khan continues to shoot the dog. പാകിസ്ഥാനി ക്യാമ്പിലേക്ക് തിരികെ ഓടാൻ ശ്രമിച്ച ഡോഗിനെ സുബേദാർ ഹിമ്മത്ത് ഖാനും ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചു. The frightened animal ran to and fro. The two opposing soldiers enjoy scaring the terrified dog until Hanam Singh wounds the dog's leg. പേടിച്ചരണ്ട ആ പാവമൃഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. രണ്ടു കൂട്ടരും അതിൻ്റെ ഈ പേടി കണ്ട് എൻജോയ് ചെയ്യുകയാണ് ചെയ്തത്. അവസാനം ഹനം സിംഗ് എന്ത് ചെയ്തു? അതിൻ്റെ കാലിലേക്ക് വെടിവെച്ചു. As the leg was useless, the animal dragged itself to the other direction. Finally, Hanam Singh took an aim and fired. The animal collapsed. വെടിയേറ്റ് യൂസ്ലെസ് ആയ കാലം വലിച്ചുകൊണ്ട് അത് പാകിസ്ഥാനി സൈഡിലേക്ക് ഓടാൻ ശ്രമിച്ചു. ഹിമ്മത്ത് ഖാൻ എയിം ചെയ്ത് അതിനെ വീണ്ടും വെടിവെച്ചു. അങ്ങനെ ആ മൃഗം മറിഞ്ഞു വീണു. അതിൻ്റെ മരണം പൂർത്തിയായി. While the Pakistani Subedar Himmat Khan compares the killing to a martyrdom, Hanam Singh says that Junjun died a dog's death. ഹിമ്മത്ത് ഖാൻ പറഞ്ഞത് പാകിസ്ഥാൻ സൈഡിൽ നിന്ന് ഒരു രക്തസാക്ഷി കൂടി. എന്നാൽ ഹനം സിംഗ് പറഞ്ഞത് അവനൊരു നായയുടെ മരണം മരിച്ചിരിക്കുന്നു. The dog in the story represents the condition of millions of families exiled by the partition of India. ഇന്ത്യയുടെയും പാകിസ്ഥാനെയും പാർട്ടീഷൻ്റെ സമയത്ത് ഒരുപാട് ഫാമിലീസ് ഇതുപോലെ എക്സൈൽ ചെയ്യപ്പെട്ടു. അതിൽ പലരും മരണം വരികയും ചെയ്തിരുന്നു. ഇതുപോലെ തന്നെ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിലാണ് നായയെ ഇവിടെ സാദത്ത് ഹസൻ മൻഡോ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഐഡൻറ്റിറ്റി ഓഫ് ദി ഡോഗാണ്. ഡോഗ് ആർ നോൺ ഫോർ ഇറ്റ്സ് proverbial loyalty to his master. No dog can serve two masters at a time. The stray dog is a central character in the story and his identity is questioned. നായയുടെ യജമാന സ്നേഹം പണ്ട് കാലം മുതലേ തെളിയിക്കപ്പെട്ടതാണ്. ഒരു നായയ്ക്കും ഒരേ സമയം രണ്ട് മാസ്റ്ററിനെ സെർവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഈ സ്ട്രേ ഡോഗ് അല്ലെങ്കിൽ ഈ ഒരു തെരുവ് നായയാണ് സെൻട്രൽ ക്യാരക്ടർ. ഇവൻ്റെ ഐഡൻറ്റിറ്റി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. With his split identity, he is shuttled between the both military camps of India and Pakistan. In the story, we can see that the dog straying to the Indian camp, where he was fed by the Indian soldiers and he was given an Indian name. Soon we could find the dog in the Pakistani camp and get apparently a Pakistani name. Pakistan entrusted him with the task of reading a letter to the enemy camp. There he finds himself torn between the loyalty to his masters. The dog represents the condition of millions of families exiled by the partition of India. സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ലാതെ ഇന്ത്യൻ ക്യാമ്പിലും പാകിസ്ഥാനി ക്യാമ്പിലും പെട്ടുപോയ ഒരു നായയുടെ കണ്ടീഷനാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാൻ സാധിച്ചത്. ഇവിടെ അവൻ്റെ ഐഡൻറ്റിറ്റി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ക്യാമ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അതിനെ ഷട്ടിൽ ചെയ്യപ്പെടുകയും ചെയ്തു. പാവപ്പെട്ട ആ മൃഗത്തിന് അറിയില്ലല്ലോ ഏതാണ് ഇന്ത്യൻ ബോർഡർ ഏതാണ് പാകിസ്ഥാനി ബോർഡർ, അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊന്നും. അങ്ങനെ അവൻ്റെ ഈ സ്പ്ലിറ്റ് ഐഡൻറ്റിറ്റി അവൻ്റെ മരണത്തിൽ കൊണ്ട് എത്തിച്ചു അവനെ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ തീമാണ്. മണ്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡാർക്ക്നെസ്സും ലൈറ്റുമാണ് തീമായിട്ട്. Mando uses the images of darkness and light to demonstrate the difference between man and the natural world around him. Darkness represents man, blindness, and what is negative, and light represents nature, sight, and what is positive. During the night, the soldiers light fire in an attempt to escape from darkness, yet they are able to overcome neither the darkness of the night nor their own blindness. ഒരു പാവ മൃഗത്തോട് മനുഷ്യർ എത്ര ക്രൂരമായിട്ടാണ് പെരുമാറിയത് അല്ലേ? ഇവിടെ രാത്രിക്ക് മാത്രമല്ല കറുത്ത നിറമുള്ളത്, മനുഷ്യൻ്റെ ഉള്ളും കറുത്തതാണ് എന്നൊരു മെസ്സേജ് മണ്ടു കൺവേ ചെയ്യുകയാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സ്റ്റോറി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മൈ ക്ലാസ്. താങ്ക് യു.